തീർച്ചയായിട്ടും ഒരു അനർത്ഥ കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അനർത്ഥകാലത്ത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട 5 വചനങ്ങൾ അച്ഛൻ നേരത്തെ തന്നതാണ്. ഇത് പ്രത്യേകിച്ച് ഇങ്ങനൊരു സാഹചര്യത്തിൽ കൊറോണ വൈറസ് മൂലം ലോകം മുഴുവനും ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ ഭാരപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധ രക്തവും നമുക്ക് ബലം തരണം, സൗഖ്യം തരണം. ഈ വചനം നമ്മൾ ഏറ്റുപറഞ്ഞ് നിരന്തരം പ്രാർത്ഥിച്ച് അതിൻ്റെ സംരക്ഷണം നമ്മൾ എടുക്കണം. അങ്ങനെ ഏറ്റുപറഞ്ഞ് ഈ കാലത്ത് ഏറ്റുപറഞ്ഞ് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട 5 വചനങ്ങളാണ് അച്ഛൻ തരുന്നത്. ഒന്നാമത്തെ തിരുവചനം സങ്കീർത്തനം 121, 6, 7 തിരുവചനങ്ങൾ. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. രണ്ടാമത്തെ വചനം സങ്കീർത്തനം 91, 9. 5 വചനങ്ങളാണ് സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ വചനം സങ്കീർത്തനം 91, 9. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. മൂന്നാമത്തെ തിരുവചനം സങ്കീർത്തനം 23, 4. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്കുറപ്പേകുന്നു. നാലാമത്തെ തിരുവചനം സങ്കീർത്തനം 61, 1, 2 തിരുവചനങ്ങളാണ്. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. അഞ്ചാമത്തെ വചനം സങ്കീർത്തനം 57, 1. ഈ വചനങ്ങളൊക്കെ ഏറ്റുപറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പേഴ്സണലൈസ് ചെയ്യണം. ഞങ്ങളെന്നുള്ളത് ഞാൻ, എൻ്റെ എന്നുള്ളത് സംസാരിക്കാവൂ. അങ്ങനെ ആ വചനം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് വചനത്തിൻ്റെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കണം. സങ്കീർത്തനം 57, 1. എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുന്നു. സ്നേഹമുള്ളവരെ, കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഒത്തിരിയേറെ വേദനയും ഒത്തിരിയേറെ വിഷമവും പ്രത്യാശ അറ്റുപോകുന്ന നിമിഷങ്ങൾ, വിശ്വാസം ക്ഷയിച്ചു പോകുന്ന നിമിഷങ്ങൾ, മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടുന്നത്, ഒത്തിരിയേറെ ആകുലത്തിലും ഭയത്തിലൊക്കെ കഴിയുന്ന ഒത്തിരി മക്കളുണ്ട്. നിങ്ങൾ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. വചനം അയച്ച് യേശു അനേകരെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വചനം നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും വിദൂരത്തോ വിദേശത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഈ വചനം ഏറ്റെടുത്ത് ഈ വചനം അയച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ അത്ഭുതകരമായ സംരക്ഷണം നിശ്ചയമായിട്ട് അവർക്ക് കിട്ടും. അത് വിശ്വസിക്കാം, വിശ്വസിച്ച് ഏറ്റെടുക്കാം. വചനത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, സാക്ഷ്യത്തിൻ്റെ വചനവും കുഞ്ഞാടിൻ്റെ രക്തവും സാത്താൻ്റെ മേൽ അധികാരം എടുത്തെന്ന് പറഞ്ഞു. പിശാചിൻ്റെ സകല വഞ്ചനകളിൽ നിന്നും, നമുക്കെതിരെ നിൽക്കുന്ന എല്ലാ രോഗാണുക്കളിൽ നിന്നും, എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുതകരമായ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങളൊക്കെ ആശീർവദിച്ച് വിശുദ്ധീകരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.